എന്ത് പറ്റിയതാണ് നട്ടലിന്? അഞ്ചെല്ലിനും ഇങ്ങോട്ട് മാറി മാറി ഇവിടെ ഇരിക്കുക. ചെറുപ്പത്തിൽ വീണതായിരിക്കും എന്നാണ് പറയുന്നത് ഡോക്ടർമാർ. എത്ര വർഷമായതാ? ഇതിപ്പോൾ കുറേ നാളെ, കുറേ കാലങ്ങളെ. എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഇതിൽ പേസ് മേക്കർ വെച്ചിട്ടുണ്ട്. ഡോക്ടർ എന്താ പറയുന്നത്? എന്താ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. വിശ്വാസമുണ്ട് കർത്താവ് സൗഖ്യം തരുമെന്ന്. ആഴത്തിൽ അങ്ങോട്ട് വിശ്വസിക്കണം. യേശു എന്നെ തൊട്ട് കഴിഞ്ഞു, ഞാൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി അത് വേറെ വ്യത്യാസമൊന്നുമില്ല. അത് വിശ്വാസത്തിലൂടെയാണ് നമ്മൾ സൗഖ്യം സ്വീകരിക്കുന്നത്. വേറെ ഒരു മീഡിയയുമില്ല. വിശ്വസിക്കുക, ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. ആ വിശ്വാസത്തിൽ അങ്ങോട്ട് ഉറച്ചു നിന്നാൽ മതി. യേശു രോഗികളോട് ചോദിക്കുന്നുണ്ട്, വിശ്വാസമുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. വിശ്വാസമുണ്ടോ? അത് വെറും വാക്കല്ല, ഉള്ളിൽ സംഭവം ഉണ്ടോ എന്നുള്ള അറിയേണ്ടത്. വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ട് വിശ്വാസം. എന്നാ അഴിച്ചു, ബെൽറ്റ് അടിച്ചു. അതുകൊണ്ട് ഹൃദയത്തെ കൊണ്ട് തിരിഞ്ഞു, ഇനി ഞാൻ ബെൽറ്റ് ഇടത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ ബെൽറ്റ് ഉപയോഗിക്കത്തില്ല. അഴിച്ച് കള. ഇന്ന് രാവിലെ ഒരു ചേച്ചി ഇവിടെ ബെൽറ്റൊക്കെ ഊരി കളഞ്ഞിട്ടാ പോയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ചേട്ടാ സൗഖ്യം കിട്ടുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഉറപ്പുണ്ട്. ചേട്ടന് ഉറപ്പാണ്, സൗഖ്യം കിട്ടുന്നത് ഉറപ്പാണ്. ഇന്ന് പിടിച്ചേ. ഏത് ഭാഗത്താണ് ചേട്ടന് പ്രയാസം? നട്ടല്ല അകന്നു പോയെന്ന് പറയുന്നത് ഈ ഭാഗത്താണോ? ഇവിടെ ആയിട്ടാണല്ലേ? ആണല്ലേ? 5 എല്ലുകൾ, ഡിസ്കുകൾ അകന്ന് വ്യത്യാസമുണ്ട്. ഈ ചേട്ടൻ പറയുന്നത് 5 ഡിസ്കുകൾ അകന്ന് ഇങ്ങനെ മാറിയിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം പേസ് മേക്കറാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഓപ്പറേഷൻ പറ്റത്തില്ല. ഈ ചേട്ടന് കർത്താവ് സൗഖ്യം കൊടുക്കുവോ? ഉറപ്പല്ലേ? ഒന്ന് കൈയൊട്ടി ഈ ചേട്ടന് വേണ്ടി സ്തുതിച്ചേ എല്ലാവരും. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മകൻ്റെ അകന്നുപോയ നട്ടല്, ഡിസ്കുകൾ യഥാസ്ഥാനപ്പെടട്ടെ. അല്ലെങ്കിൽ യോഹന്നാൻ 19:36 അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. കർത്താവേ, അങ്ങ് സ്പർശിക്കണമേ. ആമേൻ. കുരിഞ്ഞ് ധൈര്യമായിട്ട് കുരിഞ്ഞു എന്ന് പറഞ്ഞേ. ഇനി ഇവിടെ കൈ പിടിച്ച്, 2 സ്ഥലം കൈ പിടിച്ച് തിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തിരിച്ചോ. ഇനി കാലൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞ് ആഞ്ഞു തൊഴിച്ച്. ഇനി ഒന്ന് കുത്തിയിരുന്ന് എണീറ്റേ. എണീക്കട്ടെ. നടുവിൽ വെള്ളം കൊടുത്ത ഇരുന്നേ, എണീറ്റേ. ഒന്നുകൂടെ. എന്ത് പറയുന്നു? കുഴപ്പം കാണാനില്ല. ഇപ്പൊ വേദനയില്ല. ഇപ്പൊ വേദനത്തിന് ആശ്വാസമുണ്ട്. ബെൽറ്റ് ഇടുമ്പോൾ എനിക്ക് വേദന കുറവുണ്ടായിരുന്നു. ബെൽറ്റ് ഉപയോഗിക്കാതെ പറ്റത്തില്ലായിരുന്നു. കുരിഞ്ഞ് എന്ന് പറഞ്ഞേ. ഇനി ശരിക്ക എടുപ്പ് തിരിച്ചേ, നട്ടൽ തിരിച്ചോ, തിരിയട്ടെ. ചേട്ടൻ എന്നെ വേണം ചെയ്തോ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. മതി. ഒന്നുകൂടെ കുരിഞ്ഞു നോക്കിയേ. വേദന ഉണ്ടോ എന്ന് നോക്കിയേ. വേദനയുണ്ടോ? ഇല്ല. വേദനയില്ല. ഹല്ലേലൂയ. വേദനയില്ല. ഈശോ തൊട്ട് കഴിഞ്ഞു. ഓടിക്കോ, വിട്ടോ.